എന്താണ് DMZ? നമുക്കിതിവിടെ എന്താണ് DMZ എന്ന് നോക്കാം. ഡീമിലിറ്ററൈസ്ഡ് സോൺ. എന്താണ് DMZ? നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാകും, DMZ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ. പക്ഷേ അത് എന്താണ് DMZ എന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്കത് നോക്കാം. ഉദാഹരണം, ഇപ്പോൾ ഒരു കമ്പനിയിലെ നെറ്റ്വർക്ക്. എങ്ങനെയാണ് ഒരു നോർമലി ഒരു കമ്പനിയിലെ നെറ്റ്വർക്ക് വരുന്നത്? ഇൻ്റർനെറ്റ് ഉണ്ടാവും. ഇൻ്റർനെറ്റിൽ നിന്ന് നേരെ ഇൻ്റർനെറ്റ് കേബിൾ നേരെ ഒരു റൂട്ടറിൽ കൊടുത്തിട്ടുണ്ടാവും. ആ റൂട്ടറിൽ നിന്ന് നേരെ ഫയർവാളിലോട്ടും, ആ ഫയർവാളിൽ നിന്നിട്ട് എങ്ങോട്ടാണ് ഒരു സ്വിച്ചിൽ നിന്നിട്ട് ആ സ്വിച്ചിൽ നിന്ന് ബാക്കിയുള്ള കമ്പ്യൂട്ടറിലോട്ടും അവിടെയുള്ള സെർവറിലോട്ടും ആയിരിക്കും കണക്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയായിരിക്കും നോർമലി ഒരു നെറ്റ്വർക്ക് വരുന്നത്. ഒരു ഓഫീസുകളിൽ കാണുന്ന നെറ്റ്വർക്ക് അങ്ങനെയായിരിക്കും നോർമലി വരുന്നത്. സോ ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു നെറ്റ്വർക്ക് ഇവിടെ ഒരു കമ്പനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള സെർവേഴ്സ് ഉണ്ടാവും. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മെയിൻ സെർവർ, ഒരു ഡാറ്റാ ബേസ്ഡ് സെർവർ മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഒരു വെബ് സെർവർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മെയിൽ സെർവർ ഉണ്ടാവും. അങ്ങനെ പല സെർവേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫയർവാളിൻ്റെ അപ്പുറത്ത്, അതായത് ഫയർവാളിൻ്റെ ഉള്ളിൽ, ഫയർവാൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം നിൽക്കുന്നത്. ഈ പറഞ്ഞ മെയിൽ സർവീസും അല്ലെങ്കിൽ വെബ് സെർവറും അല്ലെങ്കിൽ മെയിൽ സെർവറും ഒക്കെ നിൽക്കുന്നത് ആ ഒരു ഫയർവാളിന് ഇപ്പുറമാണ്. അതായത് ഫയർവാൾ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഇതെല്ലാം നിൽക്കുന്നത് ആ കമ്പനിയുടെ ഒറ്റ നെറ്റ്വർക്കിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവും. കസ്റ്റമറിന് മെയിൽ അയക്കാൻ സാധിക്കണം. അവരിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വെബ് ആപ്ലിക്കേഷനിലോട്ടുള്ള ഡേറ്റാസൊക്കെ അവിടെ നിന്ന് എടുക്കാനും കസ്റ്റമർക്ക് നോക്കാനും അവിടെ നിന്ന് ഡേറ്റ അയക്കാനും അല്ലെങ്കിൽ മെയിൽ അയക്കാനും ഒക്കെ കസ്റ്റമർക്ക് സാധിക്കണം. അങ്ങനെയാണ് ഒരു കമ്പനിയുടെ സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ സാധിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കസ്റ്റമർ മെയിൽ അയക്കുകയാണെങ്കിൽ ആ വെബ് സെർവറിലോട്ട്, അതായത് ആ ഫയർവാളിൽ നമ്മൾ അത് അലോ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ആ മെയിൽസ് നേരെ സെർവറിൽ വരികയും, അതായത് ആ ഒരു മെയിൽ സെർവറിൽ വരികയും അവിടെ നിന്ന് ഈ ഒരു വേണ്ട ഡേറ്റ കസ്റ്റമേഴ്സിന് അത് കിട്ടുകയും ചെയ്യും. സോ ഇതൊരു മിസ്യൂസ് ചെയ്യപ്പെടാം. അതായത് ഒരു ഫിഷിംഗ് മെയിൽ പോലുള്ള ഒരു മെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാക്കറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നൊരു നുഴഞ്ഞു കയറാൻ, അതായത് ഈ ഒരു ആക്സസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതായത് ഈ ഒരു വെബ് സെർവറിലേക്കും അല്ലെങ്കിൽ ഒരു മെയിൽ സെർവറിലേക്കൊക്കെ ഒരു ആക്സസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ഹാക്കറിന് ആ ഒരു വഴി നമ്മുടെ ഇൻറ്റേർണൽ, അതായത് ആ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിലോട്ട് നുഴഞ്ഞു കയറാൻ സാധിക്കും. കാരണം ആ ഒരു മെയിൽ സെർവറിൽ ആദ്യം വരികയും അവിടെ നിന്ന് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള, കാരണം ഒരു മെയിൽ സെർവറിൽ വന്നുകൂടി ഫയർവാളിൻ്റെ അപ്പുറത്ത് അത് കിടന്നു കഴിഞ്ഞു. അപ്പോൾ ഫയർവാളിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതോടുകൂടി തന്നെ ബാക്കിയുള്ള നെറ്റ്വർക്കിലോട്ടൊക്കെ ഇതിന് നുഴഞ്ഞു കയറാനായിട്ട് സാധിക്കും. സോ അതൊരു ലൂപ്പ് പോയിൻ്റാണ്. ഈ ഒരു എന്താണ്, ആ ഒരു സെർവറിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ എല്ലാ പുറത്തുനിന്നുള്ള എല്ലാവർക്കും ആ ഒരു വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഡേറ്റ ശേഖരിക്കാം എന്നുള്ളത് ഒരു ലൂപ്പ് ഹോളാണ്. അപ്പോൾ അതിനെ ഒരു പരിഹരിക്കാനായിട്ടാണ് ഈ ഒരു DMZ എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റം അവലംബിച്ചത്. അതായത് ഇപ്പോൾ അതിനകത്ത് എന്താ DMZൽ ചെയ്യുന്നത്, ഡീമിലിറ്ററൈസ് സോൺ എന്ന് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന രണ്ട് സെർവറുകൾ, അതായത് ഒരു വെബ് സെർവർ, ഒരു മെയിൽ സെർവറും ഉണ്ട്. ഈ സെർവറുകളെ നേരെ ആ ഒരു ഫയർവാളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതുപോലെ ആ ഒരു സെർവറിൻ്റെ പുറത്തേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരെ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞ മെയിൽ സെർവറിലോട്ടും വെബ് സെർവറിലോട്ടും വരുന്ന പാക്കറ്റ്സുകളെല്ലാം അല്ലെങ്കിൽ റിക്വസ്റ്റുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ തീർപ്പ് വലിച്ചിട്ട് അവർ തിരിച്ചു വിടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് ആ ഒരു ഫയർവാൾ പ്രൊട്ടക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിലോട്ട് കിടക്കില്ല. DMZ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നെറ്റ്വർക്ക്, ആ ഒരു സെർവർ കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ സെർവർ സിസ്റ്റങ്ങളെ അല്ലെങ്കിൽ സെർവറുകളെ നമ്മളത് ഈ ഒരു ഫയർവാളിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നു, അതായത് ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മുമ്പിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് എന്താ സംഭവിച്ചത്? അപ്പോൾ ആ ഒരു ഈവൻ ഒരു ഫിഷിംഗ് അറ്റാക്ക് ഉള്ള എന്തെങ്കിലും അറ്റാക്ക് ആയാലും നമുക്കൊരു സെർവറിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സേഫ് ആകും. അതായത് ഈ ഒരു ഫയർവാളിൻ്റെ അപ്പുറത്തേക്ക് പ്രൊട്ടക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ വെബ് സെർവറും ഈ പറഞ്ഞ മെയിൽ സെർവറും ഡയറക്റ്റ് ഓപ്പൺ ആണ്, വൾനറബിലിറ്റി കൂടുതലാണ്, ഡയറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം സാഹചര്യങ്ങൾ കമ്പനികൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫയർവാളും കൂടി ആഡ് ചെയ്യും. അതായത് ഈ ഒരു രണ്ട് സെർവറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഫയർവാളും കൂടി ആഡ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ട് ഫയർവാൾ പ്രൊട്ടക്റ്റഡ് ആണ് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലോട്ട് കയറണമെങ്കിൽ. അതായത് ആദ്യം ഒരു ഫയർവാൾ വന്നിട്ട് നമ്മുടെ ആ ഒരു രണ്ട് സെർവറുകൾ, അതായത് പബ്ലിക്കിനെ ആക്സസ് ചെയ്യേണ്ട രണ്ട് സെർവറുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുശേഷം ഇനിയും നമ്മുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിൽ നിന്നുള്ള ഡേറ്റാസും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നതിന് അടുത്തൊരു ഫയർവാളും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. സോ ഈ ഒരു സെർവർ സെപ്പറേഷനായിട്ട് ചെയ്യുന്നതിനാണ് ഈ ഒരു DMZ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാം, ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ സെർവറിലല്ല, ഞാൻ ഒരു റൗട്ടറിൽ ചെയ്തിട്ടുണ്ട്. റൗട്ടറിൽ ശരിയാണ്, റൗട്ടറിലും ഇതുപോലത്തെ ഒരു ഓപ്ഷൻ നിലവിലുണ്ട്. എന്തിനാണ് റൂട്ടറിൽ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഇത് നോക്കാം, നമ്മളിപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള കുറച്ചൊരു കമ്പ്യൂട്ടറുകളും ഇപ്പോൾ നമ്മൾ കളിക്കുന്ന ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് കൺസോൾ ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ ഗെയിമിങ്ങിനും മറ്റും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതലും നമുക്ക് ആ ഒരു ഓൺലൈൻ ഗെയിമിങ്ങും കാര്യങ്ങളും വരുമ്പോൾ പ്രത്യേകം ഒരു പോർട്ട് ഓപ്പണിംഗ് കാര്യങ്ങൾ വേണ്ടി വരും. പോർട്ട് ഫോർവേഡിങ്ങിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ അടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഒരു പോർട്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ പോർട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഒരു ഓൺലൈൻ ആ ഒരു സ്റ്റെബിലിറ്റി, ഓൺലൈൻ കളിക്കുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് വേറെ ഇൻട്രപ്ഷനും ഇല്ലാണ്ട് ഒരു ഫയർവാൾ
നെറ്റ്വർക്കിൻ്റെ ഒന്നും ബ്ലോക്ക് ഇല്ലാണ്ട് നേരിട്ട് ആ ഒരു പാക്കറ്റ്സ് സെൻഡ് റിസീവ് ചെയ്താലാണ് അവിടെ അതൊരു എക്സ്പീരിയൻസ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൗട്ടറിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്യും. ഈ DMZ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കളിക്കുന്ന, അതായത് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഗെയിമിങ്ങിനാണെങ്കിൽ ഗെയിമിംഗ് കൺസോളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അതിനെ ഒരു സർവർ സിസ്റ്റമായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഒരു ലോക്കൽ IP ഉണ്ടാവും. ആ ഒരു ലോക്കൽ IP നമ്മൾ ഈ ഒരു റൗട്ടറിൽ കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ ഈ കമ്പ്യൂട്ടർ മാത്രം ഈ ഒരു റൗട്ടറിൻ്റെ റൗട്ടറിലും ഒരു ചെറിയ ഫയർവാൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫയർവാൾ ഈ റൗട്ടറിൻ്റെ ഫയർവാളിന് പുറത്ത് വരും. അതായത് അത്തരത്തിൽ ഇപ്പോൾ ഒരു ഗെയിമും കാര്യങ്ങളും കളിക്കുന്നവർക്ക് ആ ഒരു ഇൻട്രപ്ഷനും കൂടാതെ ആ വരുന്ന പോർട്ട് നേരെ തന്നെ ഈ ഒരു ഇവർ കളിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് വരും. അപ്പോൾ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു സ്പീഡും ഒക്കെ ഗെയിമിംഗ് കളിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു കൺസോൾ ഉപയോഗിക്കുന്നവർക്കും അത്തരത്തിലൊരു പോർട്ട് ഫോർവേഡിംഗ് ഫെസിലിറ്റി വേണ്ടവർക്കൊക്കെ ഈ ഒരു സെറ്റ് ചെയ്യുന്നതോടെ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ആ PC ആ ഒരു റൗട്ടറിൻ്റെ മുമ്പിലോട്ട് അല്ലെങ്കിൽ റൗട്ടറിലോട്ട് വരുന്നതിനൊക്കെ നേരിട്ട് അങ്ങോട്ട് ആ ഒരു പോർട്ട്സ് എല്ലാം ഫോർവേഡ് ചെയ്യപ്പെടുകയും അവിടെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റങ്ങളും കമ്പ്യൂട്ടറുകളൊക്കെ എല്ലാ ഡിവൈസുകളും സെപ്പറേറ്റ് ഒരു നെറ്റ്വർക്ക് പോലെയും ഇത് മാത്രം ആ നെറ്റ്വർക്ക് ചെയ്യുന്നത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം മാത്രം ആ നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ അതിനും ഈ ഒരു DMZ നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്നാലും സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്താം. അപ്പോൾ ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ DMZൽ വരുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ഇത് പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറിലാണെങ്കിലും ചോദിക്കുക, ഞാൻ എൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലത്തുള്ള ചെറിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.